എൻ്റെ പേര് വത്സമ്മ സെബാസ്റ്റ്യനാണ്. ഞാൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ ചുങ്കത്ര എന്ന പ്രദേശത്താണ്. ഞാൻ 1995 മുതൽ 2025 വരെ വിവിധ ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 2 വർഷം മുമ്പ് എൻ്റെ 2 മുട്ടിന് വേദന ആയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ നടുവിനും ചെറിയൊരു വേദനയായിട്ട് തുടങ്ങി. അതനുസരിച്ച് ഞങ്ങളുടെ ചുങ്കത്ര പ്രദേശത്ത് തന്നെയുള്ള ചുങ്കത്രയിൽ തന്നെ നടക്കുന്ന ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അത് ജോബിൻ ജേക്കബ് എന്ന് പറയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറെ ക്ലിനിക്കാണ്. ആ ക്ലിനിക്കിൽ ഞാൻ പോയി ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് MRI എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മുട്ടിൻ്റെയും നടുവിൻ്റെയും എല്ലാം MRI എടുത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യും, 25 ദിവസം നമ്മൾ ആലുവയിലുള്ള നമുക്കൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ വന്ന് 25 ദിവസം സ്റ്റേ ചെയ്യുവാണെങ്കിൽ പരിപൂർണമായി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അവിടെ പഞ്ചകർമ്മ ചികിത്സയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ പഞ്ചകർമ്മ ചികിത്സയോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി മറ്റുള്ള വിവിധ ചികിത്സാ രീതികളുണ്ടെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ മാസം 7-ാം തീയതി തന്നെ ഈ ആയുർവേദ ഒലിവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആയി. 25 ദിവസം ഇവിടെ കിടന്നതിന് ശേഷം ഡിസ്ചാർജ് ആകുകയാണ്. ഒരുപാട് ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോകുന്നത്. കാരണം ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡോക്ടറിൻ്റെ ഒപ്പം തന്നെ 3-4 ഡോക്ടർമാർ വേറെയുണ്ട്. അവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയുള്ള സേവനമാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഏറ്റവും നമ്മളെ ആകർഷിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫും മറ്റുള്ള എല്ലാ നമ്മളെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടറെ, അതുപോലെ തന്നെ നമുക്ക് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ നല്ലൊരു പരിചരണമാണ് നമുക്ക് കിട്ടിയത്. അതിലുപരിയായിട്ട് നമുക്കിവിടെ സാധാരണ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും മരുന്നുകളുടെ അല്ലെ കുഴമ്പിൻ്റെ ഒക്കെ ഇടയിൽ കിടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നാറ് ഉള്ളത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 10-30 വില്ലകളായിട്ടാണ് ഇവിടെ വിഭാഗനം ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് താമസിക്കാൻ ഒരു വില്ല തന്നെയാണ് തരുന്നത്. ആ വില്ലയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. AC, ഫ്രിഡ്ജും TV, അതുപോലെ തന്നെ 2 ബെഡ്റൂം, അതുപോലെ ഗ്യാസ്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈ വില്ലയിൽ ഒതുക്കും. അത് വളരെ നീറ്റോടും വൃത്തിയോടും ഉള്ള ഒരു വില്ലയാണ്. അത് അതാത് ദിവസങ്ങളിൽ തന്നെ നല്ല ക്ലീനിങ്ങും അതുപോലെ വേണ്ട ബെഡ്ഷീറ്റ് മാറ്റി ക്ലീൻ ചെയ്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയായിട്ടുള്ള വില്ല. അതുപോലെ നമ്മളെ ഭക്ഷണ കാര്യങ്ങളെല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അതാത് സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം ഇവിടെ എത്തിച്ചു തരും. അതുപോലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളെ ഇവിടെ വന്ന് ആണ് നമ്മളെ നമ്മളെ അവർ വണ്ടിയെ തന്നെ കൊണ്ടുപോയിട്ടാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും കൂടെ ആളുണ്ടെങ്കിലും ഒരു ഫാമിലിക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കും. കാരണം നമുക്കറിയാം, മുട്ടുവേദന എന്ന് പറയുമ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഒപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാനാണ് പറയാറുള്ളത്. അങ്ങനെ ഞാൻ കോഴിക്കോട്ട് ഏറ്റവും വലിയ 2 ഹോസ്പിറ്റലിൽ പോവുകയും അവർ മുട്ടുമാറ്റിൽ ശസ്ത്രക്രിയ തന്നെ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അത് എനിക്ക് എൻ്റെ മുട്ട് കീറി മുറിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഡോക്ടറെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വരികയും ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പരിപൂർണമായി സംതൃപ്തിയോടുകൂടിയാണ് ഇന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. കാരണം നമ്മളൊരു വെറും വാക്കല്ല. കാരണം നമുക്ക് നടുവേദനയാണേലും മുട്ടുവേദനയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഒന്ന് ചികിത്സ നേടിയിട്ട് വേണം ഒരു ഓപ്പറേഷനെക്കുറിച്ച് ചിന്തിക്കാനെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ നമ്മളൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയപ്പോഴുള്ള അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് ഈ സമയം സാധാരണക്കാരോടും അതുപോലെ മറ്റുള്ള പേഷ്യൻറ്റുകൾ ഇനി വരാനുള്ളവരോടുമൊക്കെ എനിക്ക് പറയുവാനുള്ളത്.